നല്ല ഫ്ലേവറോട് കൂടിയ രസപ്പൊടി എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒട്ടുമിക്ക മസാലക്കൂട്ടിലും മായം ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ താമസിപ്പിക്കുന്നില്ല, റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് രസപ്പൊടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ മുഴുവനുള്ള മല്ലി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ഡ്രൈ ആക്കി എടുത്തിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ജീരകമാണ്. 1 ടേബിൾ സ്പൂൺ ജീരകമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അടുത്തതായി വേണ്ടത് 3 ടേബിൾ സ്പൂൺ കുരുമുളക്. രസത്തിന് എപ്പോഴും കുരുമുളകിൻ്റെ കുത്തിലോട് കൂടിയ എരിവാണ് മുന്നോട്ട് വേണ്ടത്. അടുത്തത് 3 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഇവ രസത്തിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ 6 നാടൻ വറ്റൽമുളകും 5 കാശ്മീരി മുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇവയെല്ലാം നന്നായി കഴുകി ഉണക്കി എടുത്തിരിക്കുന്നതാട്ടോ. അടുത്തതായി നമുക്ക് വേണ്ടത് 3 തണ്ട് കറിവേപ്പിലയാണ്. ഇതും കഴുകി വെള്ളമൊക്കെ ഒരു തുണി വെച്ച് നന്നായി തുടച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കായപ്പൊടി. ഇവയെല്ലാമാണ് രസപ്പൊടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇവയെല്ലാം എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം മല്ലി ഇട്ട് കൊടുക്കാം. ഇനി ഇവ ചെറിയ ചൂടിൽ വെച്ചിട്ട് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ മൂപ്പ് പലതും വ്യത്യസ്തമായതിനാൽ ഓരോന്നും സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. മല്ലി നന്നായി റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു മണം വരും. 1-2 മല്ലി കയ്യിലെടുത്തൊന്ന് പ്രസ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ പൊട്ടി വരുന്നുണ്ടെങ്കിൽ നന്നായി റോസ്റ്റായിട്ടുണ്ടാവും. ആ സമയം തീയിൽ നിന്ന് മാറ്റി മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് ജീരകം വറുത്തെടുക്കാം. നമ്മൾ രസപ്പൊടി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വെളിയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതിനാൽ അതിൽ പൊടിയും അഴുക്കും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പൊടികൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കഴുകി ഉണക്കി എടുക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. ജീരകം പെട്ടെന്ന് തന്നെ റോസ്റ്റായി വരും കേട്ടോ. ഈ സമയവും തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ജീരകം റോസ്റ്റായി വരുമ്പോൾ ചൂടായതിൻ്റെ നല്ലൊരു മണം വരും. ആ സമയം തീയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് കുരുമുളക് വറുത്തെടുക്കണം. ഇത് റോസ്റ്റായി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മൾ രസമുണ്ടാക്കുമ്പോൾ കുരുമുളകിൻ്റെ കുത്തലാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. പിന്നെ കുട്ടികൾക്കും കൂടി കൊടുക്കാനുള്ളതാണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാം കേട്ടോ. ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതും നല്ല ഫ്ലേവറോട് കൂടിയതുമായ സാമ്പാർ പൊടി, ഗരം മസാല, മീറ്റ് മസാല എന്നിവയുടെ റെസിപ്പിയും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഇന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുകയും അഭിപ്രായം അറിയിക്കുകയും ചെയ്യണേ. ഇപ്പോൾ കുരുമുളക് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തീയിൽ നിന്ന് മാറ്റാം. അടുത്തതായി നമുക്ക് തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ് ഇവ രണ്ടും ഒന്നിച്ചിട്ട് വറുത്തെടുക്കാം. ഇവയും റോസ്റ്റായി വരാൻ കുറച്ച് സമയമെടുക്കും കേട്ടോ. ഈ പരിപ്പ് പൊടിച്ച് ചേർത്താൽ രസത്തിന് ഒരു കൊഴുപ്പ് കിട്ടും. പരിപ്പ് റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായി ചൂടായി ചെറുതായി ഒന്ന് കളർ മാറി വന്നാൽ മതി. റോസ്റ്റ് ആയതിൻ്റെ നല്ലൊരു മണം വരുമ്പോൾ ഒരെണ്ണ എടുത്ത് കടിച്ചു നോക്കിയാൽ നന്നായി പൊട്ടുന്നുണ്ടെങ്കിൽ റോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇവ തീയിൽ നിന്ന് മാറ്റാം. അടുത്തത് നമുക്ക് മുളക് വറുത്തെടുക്കണം. നാടൻ വറ്റൽമുളകും കാശ്മീരി മുളകും ഒന്നിച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ. ചെറുതീയിലിട്ട് തന്നെ ചൂടാക്കിയെടുക്കാം. മുളക് ഒരുമാതിരി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. രസപ്പൊടിയിൽ കറിവേപ്പില കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. കറിവേപ്പിലയും നന്നായി റോസ്റ്റായി വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവ നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ആദ്യം മുളക് മുറിച്ചിട്ട് കൊടുക്കാം.
ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇവയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കണം. ഇവ പൊടിക്കുമ്പോൾ ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. രസപ്പൊടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്ക് നല്ല ചൂടുണ്ടാകും, അതുകൊണ്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇവ ചൂട് നന്നായി ആറിയതിന് ശേഷം മാത്രം ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഇട്ട് സൂക്ഷിക്കാം. ചെറിയൊരു അളവിൽ മാത്രമാണ് ഞാൻ ഈ രസപ്പൊടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കൂടുതൽ ഉണ്ടാക്കിയാൽ ഇരിക്കുന്തോറും അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളും ഉണ്ടാക്കുമ്പോൾ ചെറിയ അളവിൽ ഉണ്ടാക്കിയാൽ മതിയാകും. അപ്പോൾ നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഈ രസപ്പൊടി ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിലും നല്ല ഫ്ലേവറോടും കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു രസപ്പൊടിയാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്